വെൽക്കം ടു അവർ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരാളുടെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ദേവിയുടെ. ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം നമ്മുടെ ദേവിയുടെ പിറന്നാളാട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അപ്പൊ അവിടെ ശിവേലി തുടങ്ങാൻ നേരായി നിൽക്കായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തൊഴുതേ ഈ കാണുന്നതൊക്കെ ചെരാത് അടക്കി വെച്ചേക്കുന്നതാട്ടോ. വൈകുന്നേരം ഇവിടെ ലക്ഷദ്വീപ് ഉണ്ട്, അപ്പൊ അതിനായിട്ടുള്ള ചെരാതൊക്കെ അടക്കി ഓരോരോ ഡിസൈനുകളിലൊക്കെ വച്ചേക്കുന്നതാണ്. അങ്ങനെ വഴിപാടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നത് ഉച്ചയ്ക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ടോ സദ്യ ഉണ്ണാനായിട്ട്. കാലടി മാണിക്യമംഗലം ഏരിയയിലുള്ള ഒരു ഇതെല്ലാവരും ഇവിടെ തന്നെ ആട്ടോ വന്ന് വരാം. കാരണം നമ്മുടെ ഇവിടെ അമ്പലത്തിൽ അന്ന് പ്രസാദോട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരേപോലെ വന്നതേ ഇതുപോലെ ഇരുന്ന് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പിടിക്കുക. അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫോണിലും കയ്യുമ്മയും ഫുഡിന്റെ ചെറുതായിട്ട് ഉണ്ടായിരുന്നോണ്ട് ക്ലിയർ കുറഞ്ഞു പോയി. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും പോവാട്ടോ. അപ്പൊ ഇപ്പൊ കുട്ടീസ് ഇല്ല, കുട്ടീസ് സ്കൂളിൽ പോയിക്കാണ്. വൈകുന്നേരം അവരും ഉണ്ടാവും. അപ്പൊ അവരെയും കൊണ്ട് വന്നതേ വൈകുന്നേരം ആയപ്പോഴേക്കും ആകെ എന്താ പറയാ നിറച്ച് ജനങ്ങളായിരുന്നു കേട്ടോ. എന്താ നമ്മൾ കുട്ടീസിനൊക്കെ കൊണ്ട് ചെന്നത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ചെരാത് കത്തിച്ച് തുടങ്ങണ സമയമായിരുന്നു. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കത്തിക്കാനായിട്ട്. അച്ഛനെയും ഗൗരീനെയും ഞങ്ങൾ മാറ്റിയിരുത്തി, കാരണം കയ്യ് പൊള്ളിക്കണ്ടെന്ന് വെച്ചിട്ട് കണ്ണനും ഞാനും ചേട്ടനൊക്കെ ചെരാത് കത്തിച്ചു. പിന്നെ ആർക്കും ചെരാത് കത്തിക്കാൻ കിട്ടായ വരില്ല, കാരണം അതിന് മാത്രം ചെരാത് ഉണ്ട്. അങ്ങനെ അവിടെ നിന്നപ്പോൾ പാപ്പനെയൊക്കെ കണ്ടു കേട്ടോ. ചേട്ടൻ്റെ ചിറ്റയുടെ ഭർത്താവാണ്. അങ്ങനെ അവിടെ നിന്ന് തൊഴുത്ത് കയറിയപ്പോഴേക്കും നല്ല രസം. രാവിലെ ഈ വിളക്കുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പോഴൊരു ഫീൽ, ഒരു പ്രത്യേകതയാട്ടോ. കത്തിച്ച് തുടങ്ങണ്ടല്ലോ. അപ്പൊ കുഞ്ഞാട്ടികൾ രണ്ടും ദേ മോളിൽ കയറിയിരുന്നു, കാരണം കയ്യ് പൊള്ളിക്കണ്ടെന്ന് വെച്ചിട്ട്. ഞങ്ങളിതേ നല്ല ഇതില് കുറേ ഉണ്ട്, നമുക്ക് എന്തോരം വേണമെങ്കിൽ കത്തിക്കാം. പിന്നെ ഈ ചെരാത് കത്തിക്കണത് എത്ര കത്തിച്ചാലും നമുക്ക് മതിയാവുകയില്ല കേട്ടോ. എന്തോരം കത്തിച്ചാലും പിന്നെയും പിന്നെയും കത്തിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ കുറേ നേരം അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ അകത്ത് ചിന്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നിന്ന് ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ വെടിക്കെട്ടും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതേ തിരിച്ച് വീട്ടിൽ വരാട്ടോ. എന്താ പറയാ, ഒരു രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അമ്പലത്തിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.